നമ്മളെ പോക്കറ്റുകളിലാണ്. എന്താണ് ഈ മക്കൾക്ക് ഈ അന്തിപ്പാതിര സമയത്ത് അങ്ങാടികളിൽ പണി? ആരാണ് ഇവരുടെ കൂട്ടുകെട്ട്? ആരാണ് ഇവരുടെ കൂട്ടുകാർ? ഈ മക്കളുടെ കൂട്ടുകാരൻ നിങ്ങളാവണം. ഈ പ്രായത്തിലെ കുട്ടികളുടെ ഏറ്റവും ഫ്രണ്ട് വാപ്പയാവണം. ആരാണ് ഓൻ്റെ ഏറ്റവും വലിയ ഇഷ്ടമുള്ള തുണക്കാരൻ? വാപ്പ, ഉമ്മ. അപ്പൊ പിന്നെ എനിക്കെൻ്റെ വീട്ടിൽ പോകണം, ഉമ്മാനോട് വർത്താനം പറയാണ്ട്, വാപ്പാനോട് വർത്താനം പറയാണ്ട്. വാപ്പാൻ്റെ 4 ഡയലോഗ് കേൾക്കാതെ ഉറക്കം വരൂല, വാപ്പാൻ്റെ 4 തമാശ കേൾക്കാതെ കുട്ടികൾക്ക് ഉറക്കം വരൂല. അപ്പൊ ഈ കുട്ടികൾ നേരത്തെ വീട്ടിൽ വരും. മഗ്‌രിബ് ഇശാ നിസ്കാരം കഴിഞ്ഞ ഉടനെ വേഗം വരിക. എന്തൊരു അന്തസ്സാണ്! സുബഹിക്ക് എഴുന്നേൽക്കുക. ഇത് അന്തിപ്പാതിരക്ക് വരെ എപ്പോഴാ വരുന്നെന്ന് അറിയൂല, ആരാ വാതിൽ തുറന്നു കൊടുക്കാന്ന് അറിയൂല. രാത്രി 2 മണി 3 മണിക്കും ഉറങ്ങൂല, വീട്ടിൽ വന്നാലും ഉറങ്ങൂല. പിന്നെ സുബഹി എന്ന് പറഞ്ഞ സാധനം, അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് കേട്ടിട്ട് ചില ആളുകൾ അന്തപ്പെടുന്നത് എന്താ സാധനം? കാരണം ജീവിതത്തിൽ അത് കേൾക്കാറില്ല. അസ്സലാത്തു ഖൈറും മിനൻ നൗം പള്ളിക്കെന്താ മൊയിലർക്ക് അബദ്ധം പറ്റിയോ? സാധാരണ ബാങ്ക് ഇങ്ങനെ അല്ലല്ലോ. സുബഹി ബാങ്ക് കേൾക്കുന്നില്ല ഈ ഉമ്മത്ത്, സുബഹി നിസ്കരിക്കുന്നില്ല, സുബഹി ഖളാഅക്കാണ്. ഒരു വയത് കഴിഞ്ഞിട്ട് കമ്മിറ്റിക്കാരോ പറഞ്ഞു, കുട്ടികളൊക്കെ കസേരൊക്കെ പിടിച്ചിട്ട് വേണം പോകാൻ. അപ്പോ മൊയിലേര് പള്ളിക്കല ഖത്തീബ് ഉസ്താദ് ഉണ്ട്, മൂപ്പരും കുട്ടികളെ കൂട്ടത്തിൽ കൂടി കസേര പിടിച്ചിട്ടാണ്. അപ്പൊ ചെക്കന്മാർ പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ പോയി കടന്നോളി, നിങ്ങൾക്ക് സുബഹി നിസ്കരിക്കാനുള്ളതല്ലേ. ഞങ്ങൾക്ക് ആ പണിയൊന്നുമില്ല എന്നർത്ഥം. നിങ്ങൾ വേഗം പോയി ഉറങ്ങിക്കോളി, നിങ്ങളെ ഏൽപ്പിച്ചുകൊള്ള ശമ്പളം തരുന്നുണ്ട്. നല്ല കുട്ടികളാണ്, വഴതിൻ്റെ വളണ്ടിയർമാരാണ്. ഞാനിപ്പോൾ ഈ സദസ്സിനോട് ചോദിക്കട്ടെ, ഇന്ന് സുബഹി ഖളാ ആക്കാത്ത ആളുകൾ എത്ര ആളുണ്ട് സദസ്സിൽ എന്ന് ചോദിച്ചാൽ എങ്ങനെയായിരിക്കും അതിൻ്റെ മറുപടി? ഞാനൊരു അപമര്യാദയാണെന്ന് തോന്നണ്ട. അൽഹംദുലില്ലാ, നമ്മളെല്ലാവരും സുബഹി ഖളാ ആവാതെ നിസ്കരിച്ചവരാണെങ്കിൽ അൽഹംദുലില്ലാ. ഞാൻ ഈ വഅള അവസാനിപ്പിക്കുകയാണ്. ഇനി വല്ലാതെ നീട്ടിങ്ങൾ സുബഹി ഖളാ ആക്കണ്ട. നാളെ മുതൽ ഇത് റജബാണ്, തീരുമാനിക്കാനുള്ള അവസരമാണ്. നഷ്ടപ്പെട്ടിട്ടില്ല, നമ്മൾ മരിച്ചിട്ടില്ല. നമുക്ക് നന്നാവാനും തീരുമാനിക്കാനുമുള്ള അവസരമാണ് നമ്മുടെ മുന്നിൽ. അള്ളാന്റെ ആളുകളാവാൻ റജബാണ്, ശഅബാനാണ്, റമളാനാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ. ബറക്കത്തുണ്ടാവണം. സമ്പത്തിൽ മാത്രം ബറക്കത്തല്ല, നമ്മുടെ സമയത്തിൽ ബറക്കത്തുണ്ടാവണം, ജീവിതത്തിൽ ബറക്കത്തുണ്ടാവണം. നമ്മുടെ രാവിലും പകലിലും ദിവസത്തിലും ആഴ്ചയിലും മാസത്തിലും ബറക്കത്തുണ്ടാവണം. നമ്മുടെ കാഴ്ചയിലും കേൾവിയിലും ബുദ്ധിശക്തിയിലും ബറക്കത്തുണ്ടാവണം. ഓർമ്മശക്തിയിൽ ബറക്കത്തുണ്ടാവണം. കുടുംബത്തിൽ ബറക്കത്തുണ്ടാവണം. സമ്പത്തിൽ ബറക്കത്തുണ്ടാവണം. പടച്ച റബ്ബിനോട് ബറക്കത്ത് ചോദിക്കണം. അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ അള്ളാന്റെ ആളുകളാവണോ. നമ്മൾ നിസ്കാരം ഖളാ ആക്കുന്നവരാവരുത്. ഇത് നിസ്കാരത്തിന്റെ വാർഷികം കൂടിയാണ് ഈ റജബ്. നമ്മൾ തീരുമാനിക്കണം ഇൻഷാ അല്ലാഹ് ആകെ 5 വഖത്ത് മാത്രം നമ്മൾ അള്ളാന്റെ ആളുകളാവണം. നമ്മൾ നിസ്കാരത്തിൽ ആനന്ദം കണ്ടെത്തുന്നവരാവണം. വഖുറത്തു ഐനി ഫിസ്സലാഹ്. ഈ ദുനിയാവിൽ മുത്തുനബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 കാര്യങ്ങൾ, അതിൽ ഏറ്റവും മൂന്നാമത്തതും പരമപ്രധാനവും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും സലാസ്. നിങ്ങളുടെ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 കാര്യങ്ങൾ. ഒന്ന് അത്വീബ്, നല്ല സുഗന്ധ വസ്തുക്കളാണ്. മുത്തുനബിക്ക് ഇഷ്ടമായിരുന്നു. ബുദ്ധി വികാസത്തിനൊക്കെ നല്ലതാണ് നല്ല സുഗന്ധ വസ്തുക്കൾ. വന്നിസാ, മുത്തുനബിയുടെ ഭാര്യമാർ. ദുനിയാവിലെ ഏറ്റവും വലിയ സ്നേഹനിധികൾ, ഏറ്റവും വലിയ ഇഷ്ടത്തിന്റെ ആനന്ദത്തിന്റെ വഴികൾ സ്വന്തം ഭാര്യമാരാവുക, സ്വന്തം ഭർത്താക്കന്മാരാവുക, സ്വന്തം കുടുംബജീവിതമാവുക. ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 3ാമത്തെ കാര്യം വഖുറത്തു ഐനി ഫിസ്സലാഹ്. നിസ്കാരമാണ് എന്റെ കൺകുളിർമ, നിസ്കാരമാണ് ആനന്ദം, നിസ്കാരമാണ് ഏറ്റവും വലിയ സായുജ്യം, നിസ്കാരമാണ് ഏറ്റവും വലിയ ആത്മസുഖം. നമ്മുടെ ആത്മനിർവൃതി
പലർക്കും ഒരു സുഖം കിട്ടാനാണല്ലോ പല മോശമായ വഴിക്കും പോവുക, അല്ലേ? ഈ ഹറാമായ വഴിക്കൊക്കെ പോകുന്ന ഒരു രസത്തിന് ഏറ്റവും വലിയ രസം നിസ്കാരമാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ ആരും അറിയാതെ ഒറ്റക്ക് തഹജ്ജുദ് നിസ്കരിച്ചു നോക്ക്, അന്തിപ്പാതിര നേരം. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖൈർ പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കുള്ള ഏറ്റവും നല്ല അവസരമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഞാൻ ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. ദുആ ചെയ്യുന്നതിന് മുമ്പ് പരമപ്രധാനമായ ഒരു കാര്യം, ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാവർക്കും അറിയാം, ഇത് സ്വലാത്തിൻ്റെ വാർഷിക പരിപാടിയാണ്. ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ ആദ്യത്തെ ദിവസം കുറച്ചാൾ ഉണ്ടാവും, പിന്നെ ഇങ്ങനെ കൂടി വരും. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട നൗഷാദ് ബാഖവി ഉസ്താദൊക്കെ വരുമ്പോൾ പ്രൗഢമായ ഒരു സദസ്സ് ഇൻഷാ അല്ലാഹ് ഇവിടെ ഉണ്ടാകും. തങ്ങന്മാര് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളും ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് നാസർ അബ്ദുൽ ഹയ്യ് ശിഹാബുദ്ദീൻ തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ ഇവിടെ വരുമ്പോൾ ഇൻഷാ അല്ലാഹ് അവരെ കൊണ്ടൊക്കെ നമുക്ക് ദുആ ചെയ്യിപ്പിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് നല്ലൊരു സ്വതക്ക നമുക്ക് ചെയ്യണം, അതാണ് ഓർമ്മപ്പെടുത്തുന്നത്. റജബ് കൂടിയാണല്ലോ. റജബിനെ കുറിച്ച് പറയുന്നുണ്ട്, റജബുൻ ഷഹ്റു തൗബ, തൗബയുടെ മാസമാണ്. ഷഹ്റു സ്വദഖ, സദഖയുടെ മാസമാണ്. ഷഹ്റു സിലത്തുർ റഹീം, കുടുംബബന്ധം ചേർക്കേണ്ട മാസമാണ്. നന്മകളായ നന്മകൾ അധികരിപ്പിക്കേണ്ട മാസമാണ് പുണ്യമായ റജബ്. റജബിൽ മറ്റുള്ള മാസങ്ങളെക്കാൾ കൂലി കൂടുതൽ കിട്ടും ചെയ്യും. റജബില് നമ്മൾ ഈ പരിപാടി അൽഹംദുലില്ലാഹ്, റജബിലെ മതപ്രഭാഷണം, റജബിലെ ഇൽമിന്റെ മജ്ലിസ്, റജബ് മാസത്തിൽ നമ്മൾ ദുആ ചെയ്യുന്നത്, റജബ് മാസത്തിൽ നമ്മൾ സ്വതക്ക ചെയ്യുന്നത് മറ്റുള്ള സമയങ്ങളിൽ ചെയ്യുന്ന സ്വതക്കകളെക്കാൾ ഇൻഷാ അല്ലാഹ് അതിന് 10 മടങ്ങ് കൂലി ലഭിക്കുകയും ചെയ്യും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്യട്ടെ. ബക്കറ്റുമായി നമ്മുടെ പ്രവർത്തകർ നിങ്ങളെ സമീപിക്കും. അപ്പോൾ ബക്കറ്റാണ് എന്ന് കണക്കാക്കരുത്. ഇൻഷാ അല്ലാഹ് നല്ലൊരു സംഖ്യ. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. പടച്ച റബ്ബ് അർഹമായ പ്രതിഫലം നൽകട്ടെ. എൻ്റെ പോക്കറ്റിലൊന്നും ഇല്ലേ? ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ മുറാദുകൾ അല്ലാഹു ഹാസുലാക്കി തരട്ടെ. അൽഹംദുലില്ലാഹ്. നല്ലൊരു സ്വതക്ക. നമ്മൾ ഈ ബക്കറ്റാകുമ്പോൾ കിലുങ്ങണം എന്നൊക്കെ ചില ആളുകൾക്കൊരു മുറാദുണ്ടാവും, അല്ലേ? അങ്ങനെയൊന്നുമില്ല. ബക്കറ്റാകുമ്പോൾ വലിയ നോട്ടന്നെ ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ് രഹസ്യമായ സ്വതക്കയാണ്. നല്ലൊരു മുറാദ്. സ്ത്രീകളുടെ ഭാഗത്ത് സഹോദരിമാര്, സ്ത്രീകൾ, വളണ്ടിയർമാർ അവിടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ സഹോദരിമാര്, വളണ്ടിയർമാരുണ്ട്. അവര് നിങ്ങളെ സമീപിക്കും. അപ്പോൾ എല്ലാവരും കാര്യമായൊരു സ്വതക്ക, നല്ലൊരു നിയ്യത്തോടെ സ്വതക്ക ചെയ്യുമ്പോഴേ ഇവിടെ നോക്കി, സ്വതക്ക ചെയ്യുമ്പോൾ നല്ലൊരു നിയ്യത്തുണ്ടാവും. നല്ലൊരു നിയ്യത്തിൽ സ്വതക്ക ചെയ്യാം. സ്വതക്ക ചെയ്യുമ്പോൾ നമ്മൾ അള്ളാനെ മുസാഫഹത്ത് ചെയ്യാണെന്നാണ്. മനസ്സിലാവുണ്ടോ? സ്വതക്ക ചെയ്യുമ്പോൾ അള്ളാഹുവിനെ മുസാഫഹത്ത് ചെയ്യാതെ പടച്ച റബ്ബ് സ്വതക്ക സ്വീകരിക്കൂല എന്നാണ്. മുസാഫഹത്ത് ചെയ്തിട്ടാണ് അള്ളാഹ് സ്വതക്ക ചെയ്യുക. നമ്മളിപ്പോൾ ബക്കറ്റിൽ എടുക്കുമ്പോൾ അള്ളാനെ മുസാഫഹത്ത് ചെയ്യാണ്. നമ്മൾ ഒരു സ്വതക്ക ഒരാളെ ഏൽപ്പിക്കുമ്പോൾ, ഉസ്താദിനെ ഏൽപ്പിക്കുകയാണ്, അല്ലെങ്കിൽ കമ്മിറ്റിക്കാരെ ഏൽപ്പിക്കുകയാണ്, ആരെ ഏൽപ്പിക്കുകയാണെങ്കിലും ഒരു നല്ല കാര്യത്തിന്, അല്ലെങ്കിൽ ഒരു വീട്ടിലൊരു സാധു ഒരു പാവം വന്നു അതിന് കൊടുക്കുകയാണ്. നമ്മളൊരു സ്വതക്ക ചെയ്യുമ്പോൾ അത് അള്ളാഹുവിനെയാണ് ആദ്യം ഏൽപ്പിക്കുന്നത്. പടച്ച റബ്ബ അത് വാങ്ങിയിട്ടാണ് ഈ ആള് വാങ്ങുള്ളൂ. അള്ളാഹു സ്വതക്ക വാങ്ങുമ്പോൾ മുസാഫഹത്ത് ചെയ്തിട്ടേ വാങ്ങുള്ളൂ എന്നാണ്. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്വതക്കകൾ കബൂൽ ചെയ്യട്ടെ. അർഹമായ പ്രതിഫലം. ഇത് മുത്തുനബിയുടെ മജ്ലിസിലേക്കാണ്, സ്വലാത്തിന്റെ വാർഷിക പരിപാടിയാണ്. മുത്തുനബിയുടെ പേരക്കുട്ടികളും ഉലമാക്കളും സാദാത്തുക്കളും മഹാന്മാരൊക്കെ വരുന്ന ഒരു പരിപാടിയാണ്. കാര്യമായ ഒരു സദഖ ഇൻഷാ അല്ലാഹ് നിങ്ങൾ നിർവഹിക്കണം. പിന്നെ പിരിവ് കാര്യങ്ങൾ അത് നമ്മുടെ ഈ മഹത്തായ പരിപാടികളുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട മൂലധനമാണ്, പ്രധാനപ്പെട്ട ഒരു കർമ്മ പദ്ധതിയാണ്. ആദ്യത്തെ ദിവസം ഇൻഷാ അല്ലാഹ് ഞാൻ നേതാക്കളോട് ഉസ്താദിനോടും ഭാരവാഹിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇൻഷാ അല്ലാഹ് പിരിവ് കാര്യങ്ങളൊക്കെ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് നമുക്ക് വിശാലമായി നടത്തണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ. ആദ്യത്തെ ദിവസം കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തണമല്ലോ, അറിയിക്കണമല്ലോ, അല്ലേ? ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ സദസ്സുകൾ ഉപയോഗപ്പെടുത്തണം. ശൈഖുന അൽ മർഹൂം അത്തിപ്പറ്റ ഉസ്താദ് അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. ശൈഖുന പറയാറുണ്ട്, ഏതൊരു മജ്ലിസിലും സദഖ ഉണ്ടാവണം, സദഖ ഉണ്ടാവണം. അത് നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ചതാണ്. അത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടായാലോ ഇല്ലെങ്കിലും സദഖ മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടി ദുആ ചെയ്യുന്നതിന് മുമ്പ് ഇതേപോലെ ഇൽമിന്റെ മജ്ലിസ് ഒരു സദഖ ഉണ്ടാവണം. കാരണം സദഖ എന്നത് ദീനിന്റെ അവിഭാജ്യ ഘടകമാണ്. നമുക്ക് വിജയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ്. രോഗം വന്നാൽ ആദ്യം ചെയ്യേണ്ടത് എന്താ? സദഖ ചെയ്യണം എന്നാണ്. ദാവൂ മർലാക്കും ബിസ്സദഖ. അതുപോലെ വേറൊരു ചികിത്സ അല്ല. ഏത് ചികിത്സ, ആത്മീയ ചികിത്സകളിൽ ഏറ്റവും എഫക്റ്റീവായ ഏറ്റവും മഹത്വമുള്ള ചികിത്സയാണ് സദഖ കൊണ്ടുള്ള ചികിത്സ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചെറുതോ വലുതോ എന്ത് രോഗം വന്നാല് രോഗം മാറാൻ ഉദ്ദേശിച്ച് നമ്മൾ സദഖ ചെയ്യണം. മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി നമുക്ക് ചെയ്തു കൊടുക്കാനുള്ള ഏറ്റവും മുന്തിയത്, മരണപ്പെട്ടു പോയ ഖബറാളികൾക്ക് ഏറ്റവും ഗുണം കിട്ടുന്നത് സദഖയാണ്. മുത്തനബിയോട് സഹാബത്ത് ചോദിച്ചു, ഉമ്മ മരിച്ചു പോയിട്ടുണ്ട് നബിയെ, ഉപ്പ മരിച്ചുപോയി, എന്ത് ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സദഖ ചെയ്യണം എന്നാണ്. ഖുർആൻ ഓതിയാലോ ദിക്ർ ചൊല്ലിയാലോ ഒക്കെ വലിയ കൂലി ഖബറാളികൾക്ക് കിട്ടും, ദുആ ചെയ്താലൊക്കെ കിട്ടും. പക്ഷെ ഏറ്റവും മുന്നിൽ നമ്മൾ ചെയ്യേണ്ടത് ഖബറാളികൾക്ക് വേണ്ടി സദഖയാണ്. നമ്മൾ മരിച്ചു ചെന്നാൽ നാളെ മഹ്ശറിൽ തണല്, അർശന്റെ തണലുണ്ട്, വേറെ തണലുണ്ട്, സദഖയുടെ തണൽ, ളില്ലു സദഖ. അവിടെയും സദഖയാണ്. ദുനിയാവിലെ ഒരുപാട് ആപത്ത് മുസീബത്തുകൾ തട്ടിമാറ്റി പോകാനുള്ള വഴി അസ്സദഖത്തു റദ്ദുൽ ബലായ, സദഖയാണ്. എല്ലാ ബലാ മുസീബത്തുകൾ തട്ടി നീങ്ങി പോകാനുള്ള വഴി സദഖയാണ്. അപ്പൊ സദഖ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. വഅദിന് പോയാൽ പിന്നെ അവിടെ പിരിവുണ്ടാവും, സദഖ കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു ബേജാറുണ്ടാവരുത്. ഇൻഷാ അല്ലാഹ് നമ്മൾ കൗണ്ടറിൽ കമ്മിറ്റിക്കാരെടുത്ത് നാളെ ഉസ്താദുമാർ വരുമ്പോൾ ആദ്യം തന്നെ കാര്യമായ സംഖ്യകൾ ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിലേക്ക് ദുആ ചെയ്യിപ്പിക്കാൻ, മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെയൊക്കെ രോഗങ്ങൾ മാറാൻ വേണ്ടി, മുറാദുകൾ ഹാസലാവാൻ നമ്മുടെ പതിവുണ്ടല്ലോ, നമുക്കതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാലോ. ഈ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മഹല്ല് കമ്മിറ്റിയാണ് ഈ മഹത്തായ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള വാർഷിക പരിപാടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മഹല്ലുകളുടെ ഒരു കുടുംബ സംഗമം കൂടിയാണ്. എല്ലാ വർഷവും വാർഷിക പരിപാടി നടത്തുമ്പോൾ ഈ നാട്ടിലെ ഇപ്പോൾ കണ്ടിരങ്ങൾ കുട്ടികൾ, പ്രായമുള്ള ആളുകൾ, ഒരു വല്ലാത്തൊരു രസമാണ്. കുട്ടികൾ കുറെ ഓടിപ്പായും, ചിലർ കസാലയിരുന്ന് ഉറങ്ങും, അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നാലും കുഞ്ഞു മക്കളും പ്രായമുള്ളവരും ഉമ്മാരും ഉപ്പാരും എല്ലാവരും ഒരുമിച്ച് കൂടി എല്ലാവരും വന്ന് നല്ല റാഹത്തോടുകൂടെ നമ്മൾ തമ്മിലുള്ള ഒരു മഹല്ലുകാർ എന്നുള്ള നിലയിലുള്ള ഐക്യം, സ്നേഹം, ഒരു ഉമ്മത്ത് എന്നുള്ള നിലയിൽ നമ്മുടെ ഈ ബന്ധം, ഉസ്താദ്, കമ്മിറ്റിക്കാര്, മുത്തഅല്ലിമീങ്ങള്, നമ്മുടെ യുവാക്കൾ എല്ലാവരും ഒരുമിച്ച് കൂടി ഈ ഒരു കെട്ടുറപ്പ്, ഇങ്ങനെയുള്ള പരിപാടികൾ ഒരുപാട് ഗുണങ്ങളുണ്ട്, ഒരുപാട് നേട്ടങ്ങളുണ്ട്. അതിലൊക്കെ ഉപരി ഇൻഷാ അല്ലാഹ് നമ്മൾ നടത്തുന്ന ദുആ അത് ഏറ്റവും പരമപ്രധാനമാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദുആ ചെയ്യണം. അപ്പൊ നിങ്ങൾ കാര്യമായി സദഖ ഇന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കണമൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൊണ്ട് നാളെ മുതലുള്ള ഉസ്താദുമാരെന്നെ പറയിപ്പിക്കാതെ തന്നെ നിങ്ങൾ കാര്യമായ വലിയ വലിയ സദഖകൾ പടച്ച റബ്ബ് നമുക്ക് നൽകിയ നിഅമത്തിൽ നിന്ന് വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ, നിങ്ങൾ സദഖ ചെയ്യണം. ബഹുമാനപ്പെട്ട
ജലീൽ റഹ്മാനി ഉസ്താദ്, അതേപോലെ ബഹുമാനപ്പെട്ട നൗഷാദ് വാഖി ഉസ്താദൊക്കെ, അവരൊക്കെ വരുമ്പോൾ അവരുടെയൊക്കെ മജ്ലിസുകളുടെ വലിയ പ്രത്യേകത അത് ചോദിക്കാതെ തന്നെ നിങ്ങളൊക്കെ സ്വതക്ക ചെയ്യുമെന്ന്. പ്രത്യേകിച്ച് സഹോദരിമാർ, അവരുടെ വഅദിന്റെ മജ്ലിസുകളിൽ അൽഹംദുലില്ലാ ഒരുപാട് സഹോദരിമാർ അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഭരണങ്ങൾ, സ്വർണ്ണാഭരണങ്ങളൊക്കെ കൊടുത്തയക്കാറുണ്ട്. അതിലൂടെ നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ സാധിക്കാറുണ്ട്. ഇത് മഹല്ല് കമ്മിറ്റി ആയതുകൊണ്ട് ഇവിടുത്തെ ദർസ്, ഇവിടുത്തെ ദീനീ പ്രവർത്തനങ്ങൾ, ഇവിടുത്തെ ദീനീ സംവിധാനങ്ങൾ, നമ്മുടെ പള്ളിയുടെ പരിപാലനം, അതിന്റെ പുരോഗതി, ഇതുമായി ബന്ധപ്പെട്ട് മിച്ചം വരുന്ന ബാക്കിയാകുന്ന ആ സ്വതക്ക, ആ വലിയ വലിയ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ വിനിയോഗിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ മുതഅല്ലിമീങ്ങൾ, ഇൽമിന്റെ അഹ്ലുകാര്, ഇൽമ് ഏറ്റവും പരമപ്രധാനാണ്. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം വ ഇമാദുദ്ദീൻ. അള്ളാന്റെ പള്ളിക്ക് വേണ്ടി, ഇൽമിന് വേണ്ടി, അതിനൊക്കെ വേണ്ടി ചെലവഴിക്കുന്ന സദഖകൾ അത് ഏറ്റവും വലിയ മഹത്തുള്ളതാണ്. ഇതന്നെ ഇൽമിന്റെ മജ്ലിസാണ്. മജ്ലിസുൽ ഇൽമി റൗദത്തും മിൻ റിയാദിൽ ജന്ന. ഇവിടെ കൊടുക്കുന്ന സദഖകൾ നമുക്ക് നാളെ പരലോകത്ത് സുഖലോക സ്വർഗത്തിലെ സ്വർഗീയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കാനാണ്. നമുക്ക് സ്വർഗീയമായ പൂങ്കാവനങ്ങൾ, തോട്ടങ്ങൾ, മലർവാടികൾ. അൽഹംദുലില്ലാ, എപ്പോഴാണ് മരിച്ചു പോകുക എന്ന് പറയാൻ കഴിയൂല. ഈ കൊടുക്കുന്നതാണ് നമ്മുടെ, ബാക്കിയാകുന്നത് നമ്മുടേതല്ല. അതേതെങ്കിലുമൊക്കെ വഴിക്ക് ചെലവായിപ്പോ അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഇങ്ങനെ നല്ല കാര്യങ്ങൾക്ക് കൊടുക്കാൻ ഭാഗ്യം ഉണ്ടായാൽ, തൗഫീഖ് ഉണ്ടായാൽ, അതാണ് നമ്മുടെ സൂക്ഷിപ്പ് സ്വത്ത്. തർക്കണ്ടോ? നമ്മളെ കൊണ്ട് അള്ളാഹു കൊടുപ്പിക്കാണ്. കൊടുക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. പിന്നെ മൗലവിമാരിങ്ങനെ പറയുമ്പോ, കുറെ ഇങ്ങനെ കേൾക്കുമ്പോ, ഹദീസും ആയത്തൊക്കെ കേൾക്കുമ്പോ നമ്മളോട് കൊടുക്കും. കൊടുത്തു കിട്ടിയ അൽഹംദുലില്ലാ നമ്മുടേതാ. ജലീൽ റഹ്മാനെയും നൗഷാദ് വാക്കൊക്കെ ചോദിക്കുമ്പോ ഇൻഷാ അല്ലാഹ് നിങ്ങൾ കൊടുക്കും. അവർക്കൊരു തൗഫീക്ക് ചോദിക്കാൻ, കൊടുക്കാൻ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ്. അപ്പൊ അങ്ങോട്ട് കൊടുക്കാൻ നമുക്കാണ് തോന്നി കിട്ടിയാൽ അൽഹംദുലില്ലാ, കൊടുത്തു കിട്ടിയാൽ അൽഹംദുലില്ലാ. ആർക്കാ അതിന്റെ നേട്ടം? റഹ്മാനിക്കും ബാക്കോയ്ക്കും ബഹുമാനപ്പെട്ട അൻവർ ഉസ്താദിനും കമ്മിറ്റിക്കാർക്കും ഒന്നുമല്ല. കൊടുത്തു കിട്ടിയാൽ അതിന്റെ ഗുണം ആർക്കാ? കൊടുത്ത നിങ്ങൾക്കാണ്, നമുക്കാണ്. കൊടുത്ത നമുക്കാണ്. അത് നമ്മുടേതാണ്, അതാണ് നമ്മുടേത്, അത് മാത്രമാണ് നമ്മുടേത്. അള്ളാന്റെ വജ്ഹിനെ ഉദ്ദേശിച്ച് നമ്മൾ ചെയ്ത സ്വതഖയാണ് നമ്മുടെ സമ്പത്ത്. ബാക്കിയാക്കുന്നത് അത് ഈ ദുനിയാവിൽ ഇട്ടേച്ചു പോകാനുള്ളതാണ് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഈ പരിപാടി എല്ലാ അർത്ഥത്തിലും വിജയിപ്പിക്കണം. സ്വതഖ ചെയ്തുകൊണ്ട് നിങ്ങൾ വിജയിപ്പിക്കണം. മുത്തുനബിയുടെ പേരിൽ, സ്വലാത്തിന്റെ പേരിൽ ഇവിടെ ദുആ ചെയ്യാൻ നേർച്ചയായും സംഭാവനയായും ഈ വാർഷിക പരിപാടിയിലേക്ക് നിങ്ങൾ എല്ലാവരും പങ്കെടുത്ത് എല്ലാ അർത്ഥത്തിലും ഈ മഹത്തായ പരിപാടി വമ്പിച്ച വിജയമാകണം. ഇതിന് തന്നെ വലിയൊരു സംഖ്യ ചെലവ് വരുമെന്ന് നിങ്ങൾക്കറിയാം. ഇൻഷാ അല്ലാഹ് ഈ ഇൽമിന് വേണ്ടിയല്ലേ, മുത്തുനബിക്ക് വേണ്ടിയല്ലേ, സ്വലാത്തിന് വേണ്ടിയല്ലേ, അതിന് എത്ര ചെലവഴിച്ചാലും അത് അധികമല്ല. ഇൽമിന് വേണ്ടി ചെലവഴിക്കുന്നതിനേക്കാൾ വലിയ ചെലവഴിക്കലുമില്ല. എന്തിനാ അത്ര വലിയ ചെലവാക്കല് എന്ന് ചിന്തിക്കണ്ട. ഈ വിശാലമായ സൗകര്യം ഒരുക്കി അൽഹംദുലില്ലാ, നല്ല ഒരു മൈതാനം, ധാരാളം ആളുകൾക്ക് റാഹത്തായി ഇരിക്കാനുള്ള സൗകര്യം, അതിനനുസരിച്ചുള്ള സ്റ്റേജും സൗണ്ടും, നല്ല പ്രഗത്ഭരായ നേതാക്കളാണ് ഇതിലൂടെ വരാനുള്ളത്. അപ്പൊ അതിനനുസരിച്ചുള്ള നല്ല സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കി. ഇതൊക്കെ ആവശ്യമാണ്. അപ്പോഴേ കുറെ ആളുകൾക്ക് ഒരുമിച്ച് കേൾക്കാനും ദുആ ചെയ്യാനും അതിനൊക്കെ ഉള്ള അവസരങ്ങൾ ഉണ്ടാവുള്ളൂ. ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ, അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ച് ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. അൽഹംദുലില്ലാ. സമയം ഇനി നീണ്ടുപോയാൽ നാളത്തെ പരിപാടിക്ക് ബാധിക്കും. ഇനി നീട്ടിയാൽ അത് പ്രയാസാവൂലേ. ഞാൻ വരാൻ കുറച്ച് വൈകിപ്പോയി, അതുകൊണ്ടാണ് നമ്മൾ തുടങ്ങാനും വൈകിയത്. നാളെ നമുക്ക് നേരത്തെ തുടങ്ങി നേരത്തെ അവസാനിപ്പിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പറഞ്ഞ് ഞാൻ അവസാനം നിർത്തിയത് നിസ്കാരത്തിന്റെ ഏറ്റവും വലിയ ആത്മാനന്ദത്തെക്കുറിച്ച് പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് മുത്തുനബി പറഞ്ഞ വാക്ക് വല്ലാത്തൊരു വാക്കാണ്. അതിന്റെ രസം അത് അനുഭവത്തിലൂടെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. കാരണം നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ പടപ്പുകളോടുള്ള ബന്ധം മുറിച്ച് എല്ലാം അവസാനിച്ച് നമ്മൾ അള്ളാഹുവിലേക്കുള്ള ലയിച്ചു ചേരലാണ്. അള്ളാഹിനോട് നിന്നിട്ടും പടച്ച റബ്ബിന്റെ മുന്നിൽ കുനിഞ്ഞിട്ടും റുക്കൂ ചെയ്തിട്ടും സുജൂദിൽ കിടന്നിട്ടും അള്ളാഹുവിനോടുള്ള ആ രഹസ്യ സംഭാഷണങ്ങൾ, പടച്ച റബ്ബിനോടുള്ള വർത്താനം, അള്ളാഹിനോടുള്ള സ്വകാര്യം, അള്ളാഹുവിനോടുള്ള ആ സന്തോഷം, പടച്ച റബ്ബിനോടുള്ള ദുആ,
അള്ളാഹിനോടുള്ള പ്രാർത്ഥനകൾ. അങ്ങനെ അതിലങ്ങ് ലയിച്ചു പോകുമ്പോ, അതിലങ്ങനെ പടച്ച റബ്ബിന്റെ മുന്നിൽ ആ ചിന്തയോടെ, ആ മധുര സ്മരണയോടെ പടച്ച റബ്ബിന്റെ മുന്നിൽ തലകുനിച്ച് സുജൂദിൽ അങ്ങനെ കടന്ന് കണ്ണീർ വാർക്കുമ്പോ ഉണ്ടാകുന്ന അനുഭൂതി, അതിന്റെ രസം, അതിന്റെ ആനന്ദം, ആ നിർവൃതി, അത് അനുഭവിക്കാൻ ഇൻഷാ അല്ലാഹ് നമ്മൾ പരിശ്രമിക്കണം. അത് നിരന്തരം. അതിനാണ് സുന്നത്തായ നിസ്കാരങ്ങളൊക്കെ അധികരിപ്പിക്കേണ്ടത്. അപ്പൊ അതങ്ങനെ കുറെ പരിശീലിക്കുമ്പോ നമുക്ക് ആ ഒരു രസത്തിലേക്ക് എത്താൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പടച്ച റബ്ബിന്റെ മുന്നിൽ സുജൂദിൽ കിടന്നിട്ട് സുബ്ഹാന റബ്ബിയൽ അലാ വബിഹംദി, സുബ്ഹാന റബ്ബിയൽ അലാ വബിഹംദി. ആകാശത്തേക്ക് കോണിപ്പടി പണിത്, പിരമിഡുകൾ പണിത്, അഹങ്കാരത്തിന്റെ പിരമിഡുകൾ ഈജിപ്തിലെ കൈറോവിൽ ഫിറഔൻ ആകാശത്തേക്ക് മാനം മുട്ടെ കോണിപ്പടി പണിത് അടിമകളെ കൊണ്ട് പണി ചെയ്യിപ്പിച്ച് അതിന്റെ മുകളിൽ കയറിയിട്ട് പറഞ്ഞു, ഞാനിതാ കയറി, എന്നിട്ട് ഞാൻ മൂസയുടെ റബ്ബിനെ തെരഞ്ഞു കാണുന്നില്ല, ഞാനാണ് അന റബ്ബുകുമുൽ അലാ. അഹങ്കാരത്തിന്റെ, കിബറിന്റെ, അഹന്തയുടെ കോണിപ്പടി പണിത് അതിന്റെ മുകളിൽ തല ഉയർത്തി നിന്നിട്ട് ഞാനാണ് നിങ്ങളുടെ മേലെയായ റബ്ബ് എന്ന് പറഞ്ഞ ഫറോവയുടെ അഹങ്കാരത്തിന്റെ മുന്നിൽ മുഅ്മിനീങ്ങളെ നമ്മൾ റബ്ബിന്റെ മുന്നിൽ തലകുനിക്കുകയാണ്. അല്ലാഹുവേ, നീയാണ് ഞങ്ങളുടെ റബ്ബ്. സുബ്ഹാന റബ്ബിയൽ അലാ, ഏറ്റവും മേലെയായ റബ്ബ് നീയാണ് അല്ലാഹ്. എല്ലാ അഹങ്കാരവും മാറ്റിവെച്ച്, എല്ലാ ദുസ്വഭാവവും മാറ്റിവെച്ച്, എല്ലാ കുനിഷ്ടും പോരും മാറ്റിവെച്ച്, എല്ലാ ടെൻഷനും മാറ്റിവെച്ച്, എല്ലാ ദുഃഖങ്ങളും മാറ്റിവെച്ച് നമ്മൾ തലകുനിക്കുകയാണ്. തല പടച്ച റബ്ബിന്റെ മുന്നിൽ സുജൂദിൽ തല ചായ്ക്കുകയാണ്. എന്നിട്ട് റബ്ബിനോട് സംസാരിക്കുകയാണ്. സുബ്ഹാന റബ്ബി, എന്റെ റബ്ബ് എത്ര പരിശുദ്ധനാണ്. അല്ലാ, അവനാണ് ഏറ്റവും മേലെയായവൻ. എന്റെ റബ്ബാണ് ഏറ്റവും മേലെയായവൻ. വബിഹംദി, അവനെയാണ് ഞാൻ സ്തുതിക്കുന്നത്. അവനാണ് സർവസ്തുതികളും സർവസ്തോത്രങ്ങളും. റബ്ബേ, നീ എത്ര മേലെയായവനാണ്, നീ എത്ര പരിശുദ്ധനാണ്. നീയാണ് എല്ലാ ഹംദിനും ശുക്രിനും ഉടമസ്ഥൻ. റബ്ബേ, സുബ്ഹാന റബ്ബിയൽ അലാ വബിഹംദി എന്ന അർത്ഥം ചിന്തിച്ചുകൊണ്ട് സുജൂദിൽ കടന്ന് പറഞ്ഞ് സുജൂദുകൾക്കിടയിൽ റബ്ബി ഗഫർലി വർഹംനി, അതിലെ ഓരോ ആശയങ്ങൾ പഠിച്ച് ചിന്തിച്ചുകൊണ്ട് പടച്ച റബ്ബിന്റെ മുന്നിൽ ആ നിസ്കാരത്തിന്റെ ആനന്ദം, നിസ്കാരത്തിന്റെ രസം, നിസ്കാരത്തിന്റെ അനുഭൂതി. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ യഅലമുൽ മുലൂക് ഔ അബ്നാഉൽ മുലൂക്, രാജാക്കന്മാരോ രാജകുമാരന്മാരോ ഞങ്ങൾ അനുഭവിക്കുന്ന രസം, ആത്മാനന്ദം മനസ്സിലാക്കിയാൽ അത് കിട്ടാൻ അവർ ഞങ്ങളോട് ലജ്ജാലദൂനാ ബിസ്സുയൂഫ്, കൊട്ടാരം വിട്ട രാജകുമാരനായിരുന്നു ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. അല്ലേ? ലഹരി, ഏത് മുന്തിയ മദ്യം, ഏത് മുന്തിയ മയക്കുമരുന്ന് ലോകത്തെവിടുണ്ടോ അത് അറിഞ്ഞാൽ ആ കാലഘട്ടത്തിലെ രാജാക്കന്മാർ അത് കിട്ടാൻ വേണ്ടി എത്ര പണവും ചെലവഴിക്കും, അത് കിട്ടാൻ വേണ്ടി യുദ്ധം ചെയ്യും. ഏറ്റവും നല്ല സുന്ദരി പെണ്ണുങ്ങളെ കിട്ടാൻ വേണ്ടി അവർ മറുരാജ്യത്തോട് യുദ്ധം ചെയ്യും. ലഹരിക്കും പെണ്ണിനും കള്ളിനും തമ്മാടിത്തരങ്ങൾക്കും വേണ്ടി. കാരണം അതാണ് ഏറ്റവും വലിയ രസം, ആനന്ദം എന്ന് അവർ തെറ്റിദ്ധരിച്ചു. അതിനേക്കാൾ വലിയ ആനന്ദം ഞങ്ങൾ അനുഭവിക്കുകയാണ്. ആത്മീയതയുടെ ആനന്ദം, നിസ്കാരത്തിന്റെ പരമാനന്ദം, ലാ ഇലാഹ ഇല്ലല്ലയുടെയും ഇസ്തിഗ്ഫാറിന്റെയും ഏറ്റവും വലിയ മധുരാനന്ദം, ഖുർആൻ ഓതുന്നതിന്റെ ഏറ്റവും വലിയ സായുജ്യം, ഞങ്ങൾ അനുഭവിക്കുന്ന ഈ ആത്മസുഖം അത് ഈ രാജാക്കന്മാരെ അറിഞ്ഞാൽ അത് കിട്ടാൻ വേണ്ടി ഒറ്റങ്ങൾക്കത് മനസ്സിലായിട്ടില്ല. ഞങ്ങൾ അനുഭവിക്കുന്ന രസം ഇവരനുഭവിക്കുന്ന രസങ്ങളെക്കാൾ ഏറ്റവും വലിയ രസമാണ്. അത് അവർക്ക് അറിയൂല. അവരറിഞ്ഞാൽ അത് ഞങ്ങളിൽ നിന്ന് കിട്ടാൻ അവർ യുദ്ധത്തിന് വരെ തയ്യാറാകുമായിരുന്നു എന്ന് സയ്യിദുനാ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. നമ്മൾ അള്ളാന്റെ ആളുകളാവണം, അള്ളാന്റെ ഇഷ്ടക്കാരാവണം. ഈ ആത്മ ആനന്ദങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ കഴിയണം. അതിന് റജബും ശഅബാനും വരുന്ന ശഹ്റു റമദാനും അതിന് കാരണമാകട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞു എന്തെങ്കിലും ലിസ്റ്റ് വായിക്കാൻ എന്തെങ്കിലും ഉണ്ടോ?
ലേലം വിളിയൊന്നുമില്ല അല്ലേ? അല്ല വേണമെന്നില്ല. അൽഹംദുലില്ലാ. നിങ്ങൾ കുറേ സമയമായി ഇരിക്കണം. ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഇരിക്കണം. 3 സ്വലാത്തുൽ എഴുന്നേറ്റിട്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അൽഹംദുലില്ലാ. അല്ലേ? പ്രായമുള്ള ആളുകൾക്ക് അവിടെ ഇരിക്കുക, അല്ലാത്ത ആളുകൾ ഒന്നിൻ്റെ അടുത്തേക്ക് വന്നോളേ. മൂലവരുട്ടികളൊക്കെ ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ? ഞങ്ങളൊക്കെ ഒന്ന് മുന്നിലേക്ക് വരും ഇൻഷാ അല്ലാഹ്. മക്കളെ വരും, എല്ലാവരും കൊണ്ട് വരും ഇൻഷാ അല്ലാഹ്. നമ്മൾ പെട്ടെന്ന് ദ്വാരക അവസാനിപ്പിക്കാം. ബുദ്ധിമുട്ടില്ലാത്ത ആളുകളൊക്കെ കൊണ്ട് വരിക. കസേര ആവശ്യമുള്ളവർ കസേര കൊണ്ട് വരിക. ഒന്ന് അടുത്തേക്ക് കൊണ്ട് വന്നോളൂ ഇൻഷാ. ഇരിക്കേണ്ട ആളുകൾക്ക് ഇരിക്കുകയും ചെയ്യുക. നിൽക്കേണ്ട ആളുകൾ ഇരിക്കേണ്ട ആളുകൾ കസേര കൊണ്ട് വന്നോളൂ. അൽഹംദുലില്ലാ. 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 എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. ഞാൻ വരാൻ വൈകിയത് കൊണ്ട് ആദ്യം ഒന്നും സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവിടെ ഉസ്താദിൻ്റെ പേരിൽ, ഉമ്മിക്കുട്ടി ഉസ്താദിൻ്റെ പേരിൽ ഇവിടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, റിലീഫ് പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു എന്നറിഞ്ഞു. അൽഹംദുലില്ലാ. മുസാഅദ എന്ന പേരിൽ നമ്മുടെ ചെറുപ്പക്കാരുടെ, പ്രവാസികളുടെ ഒക്കെ കൂട്ടായ്മ ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. അതേപോലെ 7 കിൻഡൽ അരിയും 5-5.5 കിൻഡൽ മാംസവും ഒക്കെയായി വിപുലമായ രൂപത്തിൽ ഭക്ഷണ വിതരണം നമ്മുടെ സ്വലാത്ത് വാർഷികത്തിന് ഇവിടെ നടക്കുന്നുണ്ട്. അതിലേക്ക് ഭക്ഷണത്തിലേക്കും മാംസത്തിലേക്കും അരിയിലേക്കുമൊക്കെ സംഭാവനകൾ തന്നവർ, അതൊക്കെ ഏറ്റെടുത്തവർ ഇൻഷാ അല്ലാഹ് ഒരുപാട് യുവാക്കൾ, ചെറുപ്പക്കാർ, നമ്മുടെ പ്രവർത്തകരൊക്കെ ഉണ്ട്. കുഞ്ഞുമക്കൾ, മുത്താലിമീങ്ങളുണ്ട്. ആ മുത്താലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സഹോദരന്മാരുണ്ട്, ഉമ്മമാരുണ്ട്, വീട്ടുകാരുണ്ട്. ഈ മഹല്ലിനെ ഏറെ സഹായിക്കുന്ന, ഇതിനൊക്കെ പ്രവർത്തിക്കുന്ന എല്ലാവരും ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് ദുആർന്ന് അവസാനിപ്പിക്കുക. വിശാലമായ ദുആ മജ്‌ലിസൊക്കെ നമുക്ക് ലാസ്റ്റ് ഇവിടെ വരാനുണ്ട്. അൽഹംദുലില്ലാ. ബഹുമാനപ്പെട്ട ശൈഖുനാ തൃപ്പനച്ചി ഉസ്താദിൻ്റെ ഇജാസത്ത് അനുസരിച്ച് വലിയൊരു മഹാനായിരുന്നു. അൽഹംദുലില്ലാ. ആ മഹാനുഭാവൻ്റെ ഇജാസത്തോടെ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഉമർലി ശിഹാബ് തങ്ങൾ തുടങ്ങി തന്ന സ്വലാത്തിൻ്റെ പരിപാടി, വാർഷിക പരിപാടിയാണ് ഇൻഷാ അല്ലാഹ്. ഈ നാട്, ഈ മഹല്ലൊക്കെ ഒരുപാട് മഹത്തുക്കളുമായി, ഒരുപാട് ഉസ്താദുമാരും മശായിഖന്മാരുമായി എത്തിപ്പെട്ട ഉസ്താദിനെ പോലെ, ബഹുമാനപ്പെട്ട പാണക്കാട്ട് സദാത്തുക്കളെ പോലെ മഹാന്മാരുമായൊക്കെ ഒരു ബന്ധമുള്ള ഒരു നാടാണ് ഇൻഷാ അല്ലാഹ്. അള്ളാഹു ആ ബന്ധം നമുക്കും അടുത്ത തലമുറയിലും അത് നിലനിർത്തി തരട്ടെ ഇൻഷാ അല്ലാഹ്. റാഹത്തോടെ നിങ്ങൾ ഇഖ്ലാസിൽ ആമീൻ പറയാം. ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഇരിക്കട്ടോ, പ്രയാസമല്ല. നിൽക്കാന്ന് വെച്ചിട്ട് ബുദ്ധിമുട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. ഒന്നിങ്ങനെ ഉണർവ് കിട്ടും. അടുത്തൊക്കെ ഒന്ന് വന്ന് അല്ലേ, ആ ഉറക്കമൊക്കെ കൊണ്ട് പോയി ഇൻഷാ അല്ലാഹ് ഒരു ഉണർവിൽ നമ്മൾ ആമീൻ പറയുക. ദുആക്കുത്തരം കിട്ടും എന്ന ഒരു ഉറപ്പോടുകൂടെ നമ്മൾ ആമീൻ പറയുക. റജബാണ്, റജബിലെ ശ്രേഷ്ഠമായൊരു ദിവസമാണ്. അൽഹംദുലില്ലാ. മുത്തഅല്ലിമീങ്ങളൊക്കെ നല്ല റാഹത്തോടുകൂടെ ഇൽമിൻ്റെ അഹ്ലുകാർ ദുആക്ക് ആമീൻ പറയെ. നമ്മൾ ഈ സദസ്സ് പ്രതീക്ഷിക്കുന്നത് ദുആയാണ്. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد، يا ربنا لك الحمد، يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك، فلك الحمد حتى ترضى. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه
വസഹ്ബിഹി വസല്ലിം. അർഹമർ റഹീമീനായ അല്ലാഹുവേ, ഞങ്ങളെ നീ ഖബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങളുടെ ഇബാദത്തുകൾ ഖബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കണേ റഹ്മാനെ. പുണ്യമായ റജബാണ്, ഞങ്ങൾക്ക് തൗബ ചെയ്യാൻ തൗഫീഖ് നൽകണേ റബ്ബേ. നസൂഹായ തൗബ ചെയ്യാൻ തൗഫീഖ് നൽകണേ റബ്ബേ. എല്ലാ തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളും പൊറുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഖൽബുകളെ ശുദ്ധിയാക്കണേ അല്ലാഹ്. ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. തഖ്വയും ഇഖ്ലാസും അധികരിപ്പിച്ചു തരണേ അല്ലാഹ്. നാഫിയായ ഇൽമു വർദ്ധിപ്പിക്കണേ റബ്ബേ. ഞങ്ങളുടെ ഖൽബിലേക്ക് ഈമാനിന്റെ നൂറാനിയത്ത് അധികരിപ്പിച്ചു തരണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഖൽബിന്റെ എല്ലാ ദുസ്വഭാവങ്ങളിൽ നിന്നും സലാമത്താക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഖൽബിന്റെ കേടുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ശാരീരികവും മാനസികവുമായ എല്ലാ രോഗങ്ങൾക്കും ശിഫ നൽകണേ റബ്ബേ. ഒരുപാട് ആളുകൾ ദുആ കേൾപ്പിച്ചിട്ടുണ്ട്. ഈ സദസ്സിൽ പ്രായമുള്ളവരുണ്ട്, ഉപ്പമാരുണ്ട്, വല്ലിപ്പമാരുണ്ട്, വല്ലിമ്മമാരുണ്ട്, ഉമ്മമാരുണ്ട്, കുഞ്ഞു മക്കൾ മുതൽ പടച്ചവനെ, ചെറുപ്പക്കാര്, യുവാക്കള്, യുവതികൾ. അല്ലാഹുവേ, രോഗികൾ പലരുമുണ്ട്, മരുന്ന് കഴിക്കുന്നവർ, ചികിത്സ നടത്തുന്നവർ. എല്ലാ ചികിത്സകളും വിജയിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങളുടെയും അവരുടെയും എല്ലാ ചെറുതും വലുതുമായ അസുഖങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. പലതരത്തിലുള്ള ക്യാൻസറുകൾ, കിഡ്നി രോഗങ്ങൾ, മജ്ജയുടെ അസുഖങ്ങൾ, വയറിന്റെ അസുഖങ്ങൾ, തലച്ചോറിന്റെയും തലയുടെയും ഹാർട്ടിന്റെയും രോഗങ്ങൾ, ഗർഭാശയ രോഗങ്ങൾ, രഹസ്യ രോഗങ്ങൾ, അല്ലാഹുവേ, വേദനകൾ, എല്ലാ രോഗങ്ങൾക്കും ശിഫ നൽകണേ റബ്ബേ. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട്, മുത്തനബിയുടെ പുണ്യം കൊണ്ട് നീ ശിഫ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ശാരീരികവും മാനസികവുമായി ഖുവ്വത്ത് നൽകണേ റബ്ബേ. അല്ലാഹുവേ, ശാരീരികവും മാനസികവുമായി റാഹത്തും സലാമത്തും നൽകണേ അല്ലാഹ്. ദീർഘായുസ്സിന് നൽകണേ റബ്ബേ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ റഹ്മാനെ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ റബ്ബേ. ദുർമരണങ്ങളിൽ നിന്ന് കാക്കണേ റബ്ബേ. മാരകമായ രോഗങ്ങളിൽ നിന്ന് കാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഒരു വഷളത്തരത്തിൽ എല്ലാ വഷളത്തരങ്ങളിൽ നിന്നും കാക്കണേ റബ്ബേ. മാനക്കേടുകളിൽ നിന്ന് കാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. പടച്ചവനെ, കുഞ്ഞു മക്കൾ, ഞങ്ങളുടെ പേരക്കുട്ടികള്, ഞങ്ങളുടെ മക്കള്, മരുമക്കള്, അല്ലാഹുവേ, മുത്തഅല്ലിമീങ്ങള്, പഠിക്കുന്ന മക്കള്, അവരുടെ പഠനങ്ങളിൽ പരീക്ഷകൾ ഉന്നത വിജയം നൽകണേ റബ്ബേ. ഉപരിപഠനങ്ങളിലും ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലൊക്കെ വിജയിപ്പിക്കണേ റബ്ബേ. നല്ല ജോലികളും പദവികളും സ്ഥാനമാനങ്ങളും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഖൈറിന്റെ വഴി നാട്ടിലും ഗൾഫിലുമുള്ള മക്കൾക്കൊക്കെ പ്രദാനം ചെയ്യണേ റബ്ബേ. അല്ലാഹുവേ, മക്കളുടെ ഒക്കെ സ്വഭാവം നന്നാക്കണേ റബ്ബേ. എല്ലാ വഴികേടുകളിൽ നിന്ന്, ചീത്ത കൂട്ടുകെട്ടുകൾ ഞങ്ങളെയും അവരെയും കാത്തുരക്ഷിക്കണേ റബ്ബേ. അല്ലാഹുവേ, എല്ലാ തരത്തിലുള്ള തമ്മാടികൾ, വ്യഭിചാരികൾ, കൂട്ടിക്കൊടുപ്പുകാര്, എല്ലാ തരത്തിലുള്ള വൃത്തികെട്ടവര്, കൊലപാതകികൾ, ചതിയന്മാര്, വഞ്ചകന്മാര്, എല്ലാ ദുസ്വഭാവികളിൽ നിന്ന് ഞങ്ങളെയും കുടുംബങ്ങളെയും കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാ ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് ഞങ്ങളെയും കുടുംബങ്ങളെയും കാക്കണേ റബ്ബേ. ഞങ്ങളുടെയും കുടുംബക്കാരുടെയും സ്വഭാവം നന്നാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സ്നേഹവും ഐക്യവും സന്തോഷവും നൽകണേ അല്ലാ. നല്ല കുടുംബങ്ങളാക്കണേ റബ്ബേ. നല്ല കുടുംബജീവിതമാക്കണേ റബ്ബേ. നല്ല ദീനുള്ള വീടുകളാക്കണേ റബ്ബേ. സമാധാനമുള്ള വീടുകളാക്കണേ റബ്ബേ. വീടുകളില്ലാത്തവർ വീടുണ്ടാക്കാനും വീട് പണി നടക്കുന്നവർക്ക് പെട്ടെന്ന് പൂർത്തിയാക്കാനും തൗഫീഖ് നൽകണേ റഹ്മാനെ. ജോലികളില്ലാത്തവർക്ക് അനുയോജ്യമായ ജോലി നൽകണേ റബ്ബേ. നാട്ടിലും വിദേശത്തുമൊക്കെ എല്ലാ കാര്യങ്ങളിലും, വരുമാന മാർഗങ്ങളിൽ, കച്ചവടങ്ങളിൽ, ബിസിനസ്സുകളിൽ, ജോലികളിൽ, കൃഷികളിൽ, അധ്വാനങ്ങളിൽ, ശമ്പളത്തിൽ, കൂലിയിൽ, ഉദ്യോഗത്തിൽ, വാടക സ്ഥാപനങ്ങളിൽ, തൊഴിലുകളിൽ, തൊഴിലുപകരണങ്ങളിൽ, വാഹനങ്ങളിൽ ഖൈറും ബറക്കത്തും നേമത്തും ദായിമാക്കണേ റബ്ബേ. കടങ്ങളൊക്കെ വീട്ടിൽ തരണേ റഹ്മാനെ. വിദേശത്തുള്ള ഒരുപാട് ആളുകൾ, ഈ നാട്ടുകാർ, മഹല്ലുകാര്, ഇവിടെ പ്രത്യേകിച്ച് മുസാദ കൂട്ടായ്മക്കൊക്കെ പ്രവർത്തിക്കുന്നവര്, അവരെ നീ സഹായിക്കണേ റഹ്മാനെ. അവരുടെ എല്ലാ സംരംഭങ്ങളിലും ബറക്കത്ത് ചെയ്യണേ റബ്ബേ. പ്രവാസികൾക്ക് അല്ലാഹുവേ, ഞങ്ങളുടെ ദുആയിൽ അവരെ പ്രത്യേകം ഉൾപ്പെടുത്തണേ റബ്ബേ. അവരുടെ എല്ലാ കാര്യവും നീ ഏറ്റെടുക്കണേ റഹ്മാനെ. നിന്റെ മഹല്ലുകളും മദ്രസകളും ദീനീ സ്ഥാപനങ്ങളും ദർസുകളും അവരുടെ ഒക്കെ അധ്വാനം കൊണ്ടാണ്. അവരുടെ അധ്വാനത്തിൽ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ യുവാക്കൾ ദീനിന്റെ അഹ്ലുകാരാക്കണേ അല്ലാ. എല്ലാ അപകടങ്ങള്, ജോലി സംബന്ധിയായ അപകടങ്ങൾ, വാഹനാപകടങ്ങള്, എല്ലാ തരത്തിലുള്ള പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങളെയും അവരെയും കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മക്കളില്ലാത്തവർക്ക് ആൺമക്കളും പെൺമക്കളുമായ സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ റബ്ബേ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ റഹ്മാനെ. വിവാഹപ്രായം എത്തിയവർക്ക് ഞങ്ങളുടെ പെൺകുട്ടികൾ, പെങ്ങന്മാരെ, അനുയോജ്യരായ ഭർത്താക്കന്മാരെ നൽകണേ അല്ലാ. ഞങ്ങളുടെ യുവാക്കൾക്ക് നല്ല ഭാര്യമാരെ കൊടുക്കണേ റബ്ബേ. രക്ഷിതാക്കൾക്ക് വിവാഹം എളുപ്പമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നല്ല റാഹത്തുള്ള കുടുംബജീവിതം അവർക്കൊക്കെ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ഓരോരുത്തരുടെ ദുആ കേൾപ്പിച്ചവരുടെ, സംഭാവന തന്നവരുടെ, അല്ലാഹുവേ, എഴുന്നേറ്റ് നിന്നിലേക്ക് കൈ ഉയർത്തുന്ന ഞങ്ങൾ ഓരോരുത്തരുടെ ഹലാലായ മുറാദുകൾ ഹാസലാക്കണേ അല്ലാ.
ആഗ്രഹങ്ങൾ നിറവേറ്റി തരണേ അല്ലാ. വേഗത്തിലും പെട്ടെന്നും ആ കാര്യങ്ങളൊക്കെ നീ പൂർത്തിയാക്കി തരണേ റഹ്മാനെ. പല സങ്കടങ്ങളുണ്ട്, വേദനകളുണ്ട്, പ്രയാസങ്ങളുണ്ട് റബ്ബേ, നിനക്കറിയാം അത് ഏതൊക്കെ തരത്തിലുള്ള വിഷമങ്ങൾ പ്രയാസങ്ങളാണ്, നീ പരിഹരിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾ ഇന്ന് മരിച്ചുപോയവര്, ഈ മഹല്ലിലെ ഖബർസ്ഥാനിൽ കിടക്കുന്ന ഖബറാളികൾ, ഇവിടെ ഈ മഹല്ലിന്റെ തുടക്കക്കാർ, പള്ളിക്കും മഹല്ലിനൊക്കെ സ്ഥലം കൊടുത്തവർ, മദ്രസക്ക് സ്ഥലം കൊടുത്തവർ, ദീനിന് വേണ്ടി വഖഫ് ചെയ്തവർ, അള്ളാഹുവെ ഞങ്ങൾക്ക് അറിയുന്നവരോ അറിയാത്തവരോ ആയ ഞങ്ങളുടെ മുൻഗാമികൾ, വല്ലിപ്പ വല്യമ്മമാര് പലരും ഖബറിലുണ്ട് റബ്ബേ. മുൻഗാമികൾ, കാരണവന്മാര്, കമ്മിറ്റി ഭാരവാഹികൾ ഖബറിലുണ്ടല്ല. ബഹുമാനപ്പെട്ട മമ്മിക്കുട്ടി ഉസ്താദ് ഉൾപ്പെടെയുള്ള അള്ളാഹുവെ ഞങ്ങളുടെ ഒരുപാട് നേതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, അവരുടെ ഖബർ ജീവിതം റാഹത്തിലാക്കണേ റഹ്മാനെ. ഞങ്ങളെയും അവരെയും അവരുടെ ഖബർ ജീവിതം സ്വർഗീയമാക്കണേ റബ്ബേ. ഖബറിന്റെ അദാബിലും നരകശിക്ഷയിൽ നിങ്ങളെയും അവരെയും കാക്കണേ അല്ലാ. അള്ളാഹുവെ, സ്വർഗത്തിൽ കുടുംബസമേതം ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്കും അവർക്കും തൗഫീക്ക് നൽകണേ റബ്ബേ. ഈ സദസ്സിലേക്ക് മരിച്ചുപോയവർക്ക് വേണ്ടി സ്വതക്ക ചെയ്തവരുണ്ട്, ബക്കറ്റിൽ കൊടുത്തവരുണ്ട്. ഇൻഷാ അല്ലാ നാളെയും മറ്റന്നാളും ഒക്കെ സ്വതക്ക ചെയ്യണം. മരിച്ചുപോയ ഖബറാളികൾക്കൊന്ന് മനസ്സിൽ ആഗ്രഹിച്ചവരുണ്ട്. ആ സ്വതക്കകൾ, ഹദിയകൾ ആ ഖബറാളികളിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ നാട്ടിൽ എല്ലാ സ്നേഹവും ഐക്യവും സൗഹൃദവും സന്തോഷവും നിലനിർത്തണേ റബ്ബേ. ഈ ഭദ്രത, എല്ലാ നാട്ടുകാരും ഒരുമിച്ച് നിൽക്കുന്ന ഈ സ്നേഹം അള്ളാഹുവെ നിലനിർത്തണേ റബ്ബേ. മതസൗഹാർദ്ദം നിലനിർത്തണേ റബ്ബേ. എല്ലാ നാട്ടുകാരും എല്ലാ മതക്കാരും ഐക്യത്തോടെ ഒന്നിച്ച് ജീവിക്കുന്ന സാഹചര്യം നീ നിലനിർത്തണേ റഹ്മാനെ. പടച്ചവനെ, ദറസിനെ സഹായിക്കുന്ന, മുതഅല്ലിമീങ്ങളെ സഹായിക്കുന്ന, അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന, വസ്ത്രം കൊടുക്കുന്ന, കിതാബ് നൽകുന്ന, അള്ളാഹു അവരെ സഹായിക്കുന്ന, ഉസ്താദിനെ സഹായിക്കുന്ന, ഉസ്താദുമാരെ സഹായിക്കുന്ന, മദ്രസയിലെ ഉസ്താദുമാരെ സഹായിക്കുന്ന അള്ളാഹുവെ, ഈ ഉപ്പമാര് ഉമ്മമാര്, അള്ളാഹു എല്ലാവരെയും നീ രണ്ട് ലോകത്തും സഹായിക്കണേ റബ്ബേ. ഈ ഇൽമിന്റെ വഴികളൊക്കെ നീ നിലനിർത്തണേ റഹ്മാനെ. പടച്ചവനെ, കമ്മിറ്റി ഭാരവാഹികൾ, കാരണവന്മാര്, ഇതിനൊക്കെ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവര്, മണിക്കൂറുകൾ ഇവിടെ ഇരുന്നവര്, കാത്തിരിക്കുന്നവര്, പ്രായമുള്ളവര്, അർഹമായ പ്രതിഫലം നൽകണേ റബ്ബേ. യുവാക്കള്, പൂർവ്വ വിദ്യാർത്ഥികള്, വളണ്ടിയർമാര്, ചെറുപ്പക്കാര്, ദിവസങ്ങളോളം ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഒരുപാട് ആളുകളുണ്ട്, നാട്ടിലുണ്ട്, വിദേശത്തുണ്ട്. പടച്ചവനെ, എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങൾക്കൊക്കെ ഭക്ഷണം നൽകിയവര്, ഞങ്ങൾ ചെറുപ്പം മുതൽ പടച്ചവനെ ഇന്ന് ഇവിടെ വന്നപ്പോൾ ഒരു വീട്ടുകാർ ഭക്ഷണം തന്നു. അള്ളാഹു അവർക്കൊക്കെ സ്വർഗീയമായ ഭക്ഷണം കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ ഉസ്താദുമാരൊക്കെ സഹായിച്ചവർ നീ ബറക്കത്ത് കൊടുക്കണേ റബ്ബേ. അള്ളാഹുവെ, സമസ്തയുടെ ഉലമാക്കള്, ഞങ്ങളുടെ നേതാക്കള്, തങ്ങന്മാര്, സാദാത്തുക്കള്, അള്ളാഹുവെ അവർക്കൊക്കെ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും പ്രദാനം ചെയ്യണേ റബ്ബേ. ഈ മഹത്തായ പരിപാടി എല്ലാ അർത്ഥത്തിലും നീ വിജയിപ്പിക്കണേ അല്ലാ. മുത്തുനബിയുടെ അഹ്ലുകാരാക്കണേ റബ്ബേ. സ്വലാത്തിന്റെ അഹ്ലുകാരാക്കണേ റബ്ബേ. നിന്റെ അഹ്ലുകാരാക്കണേ റബ്ബേ. പടച്ചവനെ, പുണ്യമായ ദിവസങ്ങളാണ് വരുന്നത്, ഞങ്ങളെ നീ ഏറ്റെടുക്കണേ റബ്ബേ. കബൂലാക്കണേ അല്ലാ. റമദാനിലേക്ക് എത്തിക്കണേ റബ്ബേ. ഹജ്ജുകളും ഉംറകളും സിയാറകളൊക്കെ നിർവഹിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. പടച്ചവനെ, ലോകത്തെവിടെയും സമാധാനം നൽകണേ അല്ലാ. പ്രത്യേകിച്ച് ഗസയിലെ മുസ്ലിങ്ങളെ നീ ഏറ്റെടുക്കണേ റബ്ബേ. യമനിലെ മുഅ്മിനീങ്ങളെ നീ ഏറ്റെടുക്കണേ റബ്ബേ. അവിടങ്ങളിലൊക്കെ സമാധാനം നൽകണേ അല്ലാ. അവിടങ്ങളിൽ മരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ശുഹദാഇന്റെ വലിയ പ്രതിഫലം കൊടുക്കണേ റബ്ബേ. ഖുദ്സിനെ മോചിപ്പിക്കണേ അല്ലാ. മസ്ജിദുൽ അഖ്സയെ മോചിപ്പിക്കണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ യാ ഗാഫിറുൽ മുദ്നിബീൻ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറിൽ ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങളൊക്കെ ദുആർക്കണം. കുറച്ച് ഉദ്ദേശിച്ചതിനേക്കാൾ ഒരു അല്പം സമയം വൈകിപ്പോയി, നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ നമ്മുടെ സമസ്തയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും അതുമായി കോഴിക്കോട് പോയി കുറച്ച് വൈകിപ്പോയതാണ്. ഇൻഷാ അല്ലാഹ് ഏതായാലും നിങ്ങളൊക്കെ ദുആർക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, മുഅ്മിനീങ്ങളെ, അല്ലാഹു ഹുസൈൻ്റെ നസീഹത്തിന് വലിയ കൂലി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. വളരെ സന്തോഷത്തോടുകൂടെ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത് അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നന്ദി പറയാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉണ്ണിയാകാൻ ക്ഷണിക്കുക. പ്രിയമുള്ളവരെ, ഈ മഹത്തായ സദസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും, അതേപോലെ 2.5 മണിക്കൂർ നേരം നമ്മളോട് നമുക്ക് വേണ്ടി സംസാരിച്ച മഹാനായ വ്യക്തിക്കും എല്ലാവർക്കും ഒറ്റവാക്കി നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഇന്നത്തെ ഈ വയലു പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നാളെ എല്ലാവരും നേരത്തെ എത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മഗ്‌രിബിക്ക് എത്തുമെന്നാണ് ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മഗ്‌രിബ് നിസ്കാരത്തിന് നമുക്ക് പലത്തോറും പള്ളിയിൽ ചേർന്ന് എത്രയും വേഗം ഇവിടെ എത്തിച്ചേരണം. എല്ലാ സഹോദരി സഹോദരന്മാരും മറക്കാതെ നാളെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും.
ഇൻഷാ അല്ലാ അള്ളാഹു തൗഫീഖ്. ഇതായാലും മഗ്രിബ് നിസ്കരിക്കാൻ നമ്മൾ ആ ചെയർ ഈ മാവിൻ്റെ ചോട്ടേക്ക് ഇങ്ങോട്ട് ഒന്ന് അട്ടിയിടാവും നല്ല കിട്ടാ. കാരണം അത് പിന്നെ നല്ല വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ 2-3 ദിവസം അവിടെ ഇരുന്നാലേ അതിൻ്റെ കളറൊക്കെ പോകും ചിലപ്പോൾ. ബന്ധങ്ങൾ ബന്ധനങ്ങളും കൂട്ടുകെട്ടുകൾ കാട്ടിക്കുട്ടലുകളുമാകുന്ന പുതിയ ലോകത്ത്